IG ഓഫീസിന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയായിരുന്നു. അകത്തേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസ് ഇടപെട്ടത്. അവിടെ നിന്ന് പ്രവർത്തകരെ മാറ്റുകയാണോ, പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണോ ഇപ്പോൾ വരുന്നത്? പിന്നെ തീർച്ചയായും കോൺഗ്രസ് നേതാക്കൾ കൃത്യമായി തന്നെ ഇടപെടൽ നടത്തി. അതായത് IG അകത്തേക്ക് കയറാൻ ശ്രമിച്ച പ്രവർത്തകരെ പിന്തിരിപ്പിച്ച്, ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ അനുനയിപ്പിച്ചു. ഇപ്പോൾ പ്രവർത്തകർ പ്രകടനമായി IG ഓഫീസിന് മുന്നിൽ നിന്ന് പോവുകയാണ്. വലിയ തരത്തിലുള്ള ഒരു രോഷ പ്രകടനമാണ് UDF പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സമീപത്തൊരു ബോർഡ് പ്രവർത്തകർ നശിപ്പിക്കുന്നുണ്ട്. പ്രകടനമായി പോകുന്ന പ്രവർത്തകർ CPM-മായി ബന്ധപ്പെട്ട ഫ്ലക്സ് ബോർഡുകൾ അടക്കം നശിപ്പിക്കുന്നുണ്ട്. ഒരു വൈകാരികമായ പ്രകടനം കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു എന്ന് വേണം കൃത്യമായി പറയാൻ. കാരണം നമുക്കറിയാം, ഇന്നലെയെല്ലാം തന്നെ CPM വാദിച്ചിരുന്നത്, അല്ലെങ്കിൽ പോലീസ് വിശദീകരിച്ചിരുന്നത്, ഷാഫി പറമ്പിലിനെതിരെ ഈ നിലയ്ക്ക് ഒരു പോലീസ് അതിക്രമം ഉണ്ടായിട്ടില്ല, അദ്ദേഹത്തിന് അബദ്ധത്തിൽ അല്ലെങ്കിൽ ടിയർ ഗ്യാസ് പൊട്ടിയോ മറ്റോ ഒന്നും തള്ളിനും ഇടയ്ക്കോ പരിക്കേറ്റു എന്നായിരുന്നു പോലീസ് വിശദീകരിച്ചിരുന്നത്. ഒപ്പം തന്നെ CPM നേതൃത്വവും ആ നിലയ്ക്കുള്ള വിശദീകരണമാണ് ഉന്നയിച്ചിരുന്നത്. പക്ഷേ ഷാഫി പറമ്പിലിന് മർദ്ദനമേൽക്കുന്ന ദൃശ്യങ്ങൾ ഇന്നിപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. കൃത്യമായി തന്നെ പോലീസിന്റെ ലാത്തി കൊണ്ട് ഷാഫി പറമ്പിലിന്റെ തലയ്ക്ക് അടി കിട്ടുന്നത് ആ ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അപ്പോൾ സ്വാഭാവികമായും പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള ഒരു രോഷ പ്രകടനം ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഉയരുന്നുണ്ട്. ഇന്നലെ തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം കോഴിക്കോട് ജില്ലയിലും സംസ്ഥാനത്തൊട്ടാകെയും UDF പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായതാണ്. അതിന് പിന്നാലെയാണ് ഈ ദൃശ്യങ്ങൾ ഇന്ന് രാവിലെ പുറത്തു വന്നത്. അതിൽ വലിയ തരത്തിലുള്ള രോഷ പ്രകടനം UDF പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. UDF നേതാക്കളാണ് ഇപ്പോൾ ഈ പ്രതിഷേധ മാർച്ച് നേതൃത്വം നൽകുന്നത്. ആ നിലയ്ക്ക് വലിയ തരത്തിലുള്ള രോഷ പ്രകടനമാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. എന്തായാലും ഇപ്പോൾ ജനറൽ സെക്രട്ടറി K. ജയന്ത് അടക്കമുള്ളവർ തുടർ പ്രതിഷേധമായിരിക്കും. ഞങ്ങൾ ഇന്ന് വൈകിട്ട് ACC ജനറൽ സെക്രട്ടറി, സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പങ്കെടുക്കുന്ന മഹാസമ്മേളനം, പ്രതിഷേധ യോഗം നടക്കുകയാണ് പേരാമ്പ്ര. ഈ കുറ്റക്കാര ഉദ്യോഗസ്ഥന്മാരെ സസ്പെൻഡ് ചെയ്യുന്നത് വരെ UDF ഒരിഞ്ച് പുറകോട്ട് പോവില്ല. ഇന്നലെ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. ഇന്നലെ പോലീസ് വിശദീകരിച്ചത് മനഃപൂർവ്വം അടിച്ചിട്ടില്ല, ലാത്തി കൊണ്ട് അടിയിട്ടില്ല. ഞാൻ ചോദിക്കട്ടെ, വിഷ്വൽ നിങ്ങൾ കണ്ടില്ലേ? നിങ്ങൾ വിഷ്വൽ കണ്ടില്ലേ? പോലീസ് അടിച്ചിട്ടും ഷാഫിയുടെ ഷോ അടിച്ചിട്ടില്ല എന്ന് പോലീസും ഷാഫിയുടെ ഷോ ആണെന്ന് CPM പറയുന്നു. 2 എല്ല് പൊട്ടി സർജറിക്ക് വിധേയനായി ICUവിൽ കിടക്കുന്ന മനുഷ്യനെ പരിഹസിക്കുന്നു. ഒരു പ്രവർത്തകന്റെ കണ്ണിന്റെ കാഴ്ച കിട്ടുന്ന സംശയത്തിലാണ് ഞങ്ങൾ. നിരവധി ആൾക്കാർക്ക് പരിക്ക്. ഈ ക്രൂരതയ്ക്കുള്ള പ്രതിഷേധം ഞങ്ങൾ അവസാനിപ്പിക്കില്ല എന്ന് മാത്രമല്ല, ഇന്ന് 3 മണിക്ക് KC വിളിപ്പെടുത്തുക മഹാപ്രതിഷേധം പേരാമ്പ്ര. ഇതിപ്പോ പ്രവർത്തകർ കുറച്ച് വൈകാരികമായി പോകുമ്പോഴും താങ്കൾ ഉൾപ്പെടെ ഇടപെട്ട് അന്വയിപ്പിക്കുന്നുണ്ട്. ഞങ്ങൾ അക്രമത്തിന്റെ മുന്നണിയല്ല, അക്രമത്തിന്റെ പാർട്ടിയല്ല. അക്രമമില്ലാതെ ഞങ്ങളുടെ പരിപാടി ഞങ്ങൾ അവസാനിപ്പിക്കും. ഞങ്ങളെ ആക്രമിക്കാതെ പോലീസും CPM നോക്കിയാൽ മതി. ഒരു കേസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഷാഫി പറമ്പിൽ താങ്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസ് എടുത്തിട്ടുണ്ട്. ആക്രമിച്ചു. പിണറായി വിജയന്റെ പോലീസിന്റെ കേസ് പുച്ഛിച്ചു തള്ളുന്നു. ഞങ്ങൾ 68 കേസിനെ പറ്റി ഞാൻ എന്നാൽ രജിസ്റ്റർഡായിട്ടുണ്ടെങ്കിൽ അത് പുച്ഛിച്ചു തള്ളുന്നു. അതിന് ചില ഏർപ്പാടാണ്. CPM-ന് പാദസേവ ചെയ്യുന്ന പോലീസിന്റെ തരംതാണെന്നത് മാത്രമാണ് ഈ കേസ്. മാർഗായുധങ്ങൾ ഉപയോഗിച്ചതാണ് ഞങ്ങൾ മാർഗായുധം പോയിട്ട് അവിടെ കൂടിയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയേതര കേസിൽ പ്രതിയാണെന്ന് തെളിയിക്കട്ടെ, അപ്പൊ പറയാം. എന്തായാലും ധന്യ, കൃത്യമാണ് കോൺഗ്രസ് നേതാക്കളുടെ നിലപാട്. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇനിയും ഉണ്ടാകും. ഇന്ന് വൈകിട്ട് പേരാമ്പ്രയിൽ KC വേണുഗോപാൽ പങ്കെടുക്കുന്ന പ്രതിഷേധ പരിപാടിയുണ്ട്. ഒപ്പം തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ സംസാരിച്ച DCC അധ്യക്ഷൻ K. പ്രവീൺകുമാർ, ഷാഫി പറമ്പിൽ MP അടക്കമുള്ളവർക്കെതിരെ പേരാമ്പ്ര പോലീസ് കേസെടുത്തിട്ടുണ്ട്. ആ കേസിനെ പുച്ഛിച്ച് തള്ളുന്നു എന്നാണ് പ്രവീൺകുമാർ പറയുന്നത്. ആ ധൈര്യമുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യട്ടെ എന്നുകൂടി പ്രവീൺകുമാർ വെല്ലുവിളിക്കുന്നുണ്ട്. മാരകായുധങ്ങൾ ഉപയോഗിച്ചു എന്നതടക്കമുള്ള FIR-നെ അദ്ദേഹം ചിരിച്ചു തള്ളുകയാണ്. എന്തായാലും വലിയ തരത്തിലുള്ള പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇനിയും ഉണ്ടാകുമെന്ന് തന്നെയാണ് പറയുന്നത്. ഒപ്പം തന്നെ ഒരു അക്രമാസക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നുണ്ടാകില്ല എന്നുകൂടി DCC അധ്യക്ഷൻ പ്രവീൺകുമാർ വിശദീകരിക്കുന്നുണ്ട്. ധന്യ.